കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കുറേ വീഡിയോയിൽ ഇതിന് മുന്നേ ഇട്ടുന്ന കുറേ വീഡിയോകളിൽ ഞാൻ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ കാണിച്ചതെന്ന് അറിയുന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഫൈനലി എനിക്ക് കുറച്ച് ടൈം കിട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ക്രൗഡാണ് പാർക്കിലായിരുന്നു. ശരിക്കും എന്താ സംഭവം നിങ്ങൾക്ക് പിടിയിട്ടിട്ടാണ് ഞാനിവിടെ കുറേ കയറാൻ ബൈക്കുകൾ കയറാൻ പറ്റുന്നില്ല. പോലീസുകാർ അവരുടെ വണ്ടി അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പോലെ വണ്ടി ഇത് ശരിക്കും അപ്പുറം മെട്രോയുടെ പാർക്കിങ് രണ്ട് സൈഡിലുണ്ട്. അതല്ലാതെ പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട്. അതൊന്നും കൂടാതെ ഇവിടേക്കാണെന്ന് വെച്ചേക്കുന്നത് പാസ് ചെയ്ത് പോകാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒരു ചെറിയ ഗ്യാപ്പിൽ ഞാൻ അകത്തോട്ട് കയറിയത്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാനിവിടെ ഒരു പാർക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്ന സമയത്ത് എന്തായാലും അധികം ഇരുട്ടിയിട്ടില്ല. അപ്പം കുറച്ച് ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടുത്തെ സൺസെറ്റ് ഒരു രക്ഷയില്ല എന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര ഭംഗിയാണ് കാണാൻ. എനിക്ക് വേഗം പോകേണ്ടതുകൊണ്ട് ഫുള്ള് കാണിക്കാൻ പറ്റില്ല. പക്ഷേ അതായത് സൺസെറ്റ് ആയിട്ടില്ല. പക്ഷെ ഇവിടെ നിന്നുള്ളൊരു ലേക്ക് വ്യൂ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണ് ഈ പുറകിൽ കാണുന്നത്. ഒരു ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ ഒരു പാർക്ക് കാണാൻ. അപ്പം ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടി കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യാൻ നോക്കി. ശരിക്കും ഞാൻ ഇവിടേക്ക് എത്തുന്നതിന് മുന്നേ ബസ്സിന് പോകുന്ന സമയത്ത് ഞാനൊരു കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര പോകുന്ന കാണിച്ചതാണ്. ആ ഒരു ചെറിയ സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഉണ്ടായിരുന്നു. കാണുന്നത് മെട്രോയുടെയാണ്. ലേക്ക് പാർക്കിന് പോകുന്ന കാര്യം പിന്നെ ഇതിൻ്റെ നടുക്കായി കണ്ടൽക്കാട് പോലെ നല്ല രസമുണ്ട്. സൈഡ് കാണുമ്പോൾ ചെറിയ ബ്ലോസമാണ് ചൂടെല്ലാം ചെറിയ പറയാം. ഈ സ്ഥലത്തെ കുറിച്ചുള്ള വീട് ഞാൻ നേരത്തെ ചെയ്തു. റൗണ്ട് ചെയ്തിട്ട് ജംഗ്ഷനിലേക്ക് വരുന്ന സ്ഥലത്തുള്ള സാധാരണ എന്തൊരു ക്യൂ ആയിരുന്നു. കുറേ റൂട്ട് മാറി ഭയങ്കര ക്രൗഡായിട്ടുള്ള ഏരിയയാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ശരിക്കും ഈ കാണുന്നത് മെട്രോയാണ്. സ്ട്രെയിറ്റ് കാണുന്നത് ഫ്ലൈ ഓവറാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇരുട്ടിയാലേ കാണാൻ പറ്റുള്ളൂ. നിറച്ച് എന്താ പറയുക, ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇതിൻ്റെ ഷെയ്ഡ്സ് വന്നിട്ട് നല്ല രസമാണ് കാണാൻ. ഞാനത് കാണിച്ചു തരാം. കുറച്ചുകൂടി ഇരുട്ടണമായിരുന്നു. ഇപ്പോൾ ഫുള്ള് കവർ ചെയ്യാനുള്ള സമയമില്ല. ഞാനതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഞങ്ങളിങ്ങനെ നടക്കാൻ വരുമായിരുന്നു. ശരിക്കും നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക്. ഇതിന് ഫുൾ റൗണ്ട് ചെയ്തിട്ടാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. പ്രത്യേകിച്ച് കുറച്ചുകൂടി ഇരുട്ടി കഴിഞ്ഞിട്ട് ഒരു 6:30 കഴിയുന്ന സമയത്ത് നല്ല രസമാണ്. ഈ വെള്ളത്തിനകത്ത് ശരിക്കും ഈ ലൈറ്റിൻ്റെ ഷാഡോ വന്നിട്ട് അതിങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വണ്ടികൾ പോകുന്ന അതുപോലെ ഒരുപാട് വലിയ ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ
ഈ ലൈറ്റ് വന്നിട്ട് ഈ വെള്ളത്തിലടിക്കുമ്പോൾ അത് നല്ല രസമാണ്. ഈ വെള്ളത്തിലിങ്ങനെ കളറ് കാണാൻ. ഇതെനിക്ക് ഫുള്ള് പോയി കാണിക്കാൻ പറ്റില്ല. അതിന് കുറേ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-5 ഏക്കറിൽ കൂടുതലുണ്ട് ഇവിടം. ഇതൊന്നും മൊത്തം കാണിക്കാൻ പറ്റിയല്ല, എല്ലാം കൂടെ നടന്നെത്തത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. ഇതൊരു കൊട്ടവഞ്ചി. ഇവിടെ കുറേ കൊട്ടവഞ്ചി നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. നോക്കി, ഇതിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ മെട്രോ ട്രെയിൻ പോകുമ്പോഴും അതുപോലെ തന്നെ ഈ ഫ്ലൈ ഓവർ വഴി വണ്ടികൾ പോകുമ്പോഴും കാണാൻ നല്ല ഭംഗിയായി. രാത്രിയാണ് ശരിക്കും ഇത് കാണേണ്ടത്. ഞാനൊരു ദിവസം വൈകിട്ട് എൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇനി വെള്ളം ഉണ്ടല്ലോ, ഇത് നിറച്ചിങ്ങനെ പക്ഷികൾ, താറാവുണ്ട് ഇതിനകത്ത്, കുളക്കോഴി എന്ന് പറയുന്ന സംഭവമുണ്ട്, അതുണ്ട്. അങ്ങനെ കുറേ പക്ഷികളെ കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ മരം കൊത്തിയല്ല, സോറി, കൊക്ക് വന്നിട്ട് ഇങ്ങനെ മീനെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും. കുറച്ചുകൂടി ഇരുട്ടി കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടുത്തെ ലൈറ്റിങ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും വൈകിട്ട് ചില്ല് ചെയ്യാനൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ഇത് ലൈറ്റിങ് എടുത്ത് എത്ര പറഞ്ഞാലും തീരില്ല കേട്ടോ. അത്ര ഭംഗിയാണ് ഇതിൻ്റെ ലൈറ്റിങ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സൺസെറ്റ് ആയിട്ടില്ലാന്ന് തോന്നുന്നു. ശരിക്കും സൂര്യനെ കാണുന്നില്ല, എനിക്ക് സൺസെറ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ നിങ്ങൾ നോക്കിയേ കാണാൻ പറ്റും, ഈ വെള്ളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ. അത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറാവും. പക്ഷേ സൺസെറ്റ് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഞാൻ വേറൊരു ദിവസം എൻ്റെ വീഡിയോ കാണാം. ഇത് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഈ നിൽക്കുന്ന മരങ്ങൾ കണ്ടോ, ഇത് ശരിക്കും ചെറി ബ്ലോസമാണ്. ഈ ലേക്കിൻ്റെ 4 സൈഡിലും നിൽക്കുന്നത് ചെറി ബ്ലോസമാണ്. സോ ഇവിടുന്ന് എടുക്കുന്ന വീഡിയോസ് ഭയങ്കര വൈറലായിട്ടുള്ള വീഡിയോസാണ്. ഇവിടുന്ന് എല്ലാ ഒരു സമ്മർ സീസൺ, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് പൂക്കുന്നത്. അപ്പോൾ ഈ ഒരു സറൗണ്ടിങ്സ് മുഴുവൻ, പ്രത്യേകിച്ച് ഇതേ ആ ഫ്ലൈ ഓവർ വണ്ടി പോകുന്ന കാണാമല്ലോ, ആ ഫ്ലൈ ഓവറിൻ്റെ അപ്പുറത്തെ സൈഡ് മുഴുവൻ, അതുപോലെ തന്നെ ഇതേ ഈ കാണുന്ന എല്ലാം ചെറി ബ്ലോസമാണ്. ഇത് ശരിക്കും പൂത്ത് കഴിയുമ്പോൾ, അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിൽ റെയിൽവേയുടെ ട്രാക്കാണ്. എൻ്റെ വീടിനടുത്തുള്ള ട്രാക്കില്ലേ, സോ ഈ പാർക്കിൻ്റെ അപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മെട്രോ, ബാക്കിൽ റെയിൽവേ ട്രാക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വലിയൊരു ഫ്ലൈ ഓവറാണ്. സോ ഇത് ഫുള്ള് കവർ ചെയ്തിട്ട് ഈ ചെറി ബ്ലോസം, അതിൻ്റെ വീഡിയോസ്, പ്രത്യേകിച്ച് ഹെലിക്യാമിലെടുത്ത വീഡിയോസ് ഒരുപാട് വൈറലായിട്ടുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. അപ്പം എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്ക്. അതൊരു ഇനിയിപ്പോൾ വീണ്ടും ഒരു 3-4 മാസം കൂടെ വെയിറ്റ് ചെയ്താലേ അത് കിട്ടുള്ളൂ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഹെലിക്യാമിൽ എടുക്കുന്ന സമയത്തിന് ഫുൾ ഈ ഏരിയ മുഴുവൻ ഈ ചെറി ബ്ലോസംസ് ആണ്. അതൊരു 3-4 കളറുണ്ട്. പിങ്ക്, ലൈറ്റ് പിങ്ക് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്, പിന്നെ ചുമപ്പല്ല, പക്ഷെ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ പോലത്തെ ഒരു കളറുണ്ട്. അങ്ങനെ ഒരു 3-4 വേരിയേഷൻ്റെ കളറ് വരുന്നുണ്ട്. സോ ഇത് കാണാൻ നല്ല രസമാണ്. ഞാൻ കുറച്ചുകൂടെ നടന്ന് മുന്നോട്ട് പോയിട്ട് കാണിച്ചു തരാവേ. സ്കൈ ഉണ്ടല്ലോ, ചെമ്മാനം എന്ന് പറയില്ല. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നാട്ടിലൊക്കെ ആണെങ്കിൽ ചെമ്മാനം വരുന്ന സമയത്ത് കടലിൽ ഒരുപാട് മീൻ വരുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒരു ഓറഞ്ച് റെഡ് കളറ് ക്ലൗഡായിരിക്കും. അത് ഈ വെള്ളത്തിൻ്റെ ഇപ്പുറം നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മൈൻഡ് റീഫ്രഷ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. പ്രത്യേകിച്ച് ചില സീസണുകളിൽ, ചില സീസൺ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഈ സെയിം സ്കൈ തന്നെ ഇവിടെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ വരുന്ന റെയിൽവേയുടെ ട്രാക്കില്ലേ, ആ റെയിൽവേയുടെ ട്രാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ അവിടെ നിന്ന് ഈ സ്കൈ കാണാനും ഭയങ്കര രസമാണ് കേട്ടോ. അവിടുത്തെ സൺസെറ്റും കാണാൻ നല്ല രസമാണ്. ഞാനിപ്പോൾ ഫുൾ അങ്ങോട്ട് പോകുന്നില്ല. ശരിക്കും നടക്കാൻ വരുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്നിട്ട് ഈ ഫുള്ള് റൗണ്ട് ചെയ്ത് വരാൻ ഞാൻ നടക്കുമ്പോൾ ഏകദേശം എനിക്കൊരു 20 മിനിറ്റ് കൊണ്ട് ഞാൻ ഒരു റൗണ്ട് ഫുൾ കവർ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു 4-5 പ്രാവശ്യം നടക്കാൻ വരും. ഇതിനകത്ത് തന്നെ 2 പാർക്കുണ്ട്. ചിൽഡ്രൻസ് പാർക്കുണ്ട്, അതല്ലാതെ ഒരു പാർക്കുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു ജിമ്മുണ്ട്. അത്യാവശ്യമുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ ആയിട്ട് റിഡക്ഷൻ ശരിക്കും ഗവൺമെൻറ്റിൻ്റെതാണ്. പക്ഷെ അത്യാവശ്യം നല്ല പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്.
ഇരുട്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മാത്രമല്ല എനിക്കിനി തിരിച്ചു പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്, സോ പോകുന്നില്ല. ഇത് വേറൊരു രസം എന്താണെന്ന് അറിയാം, അത് കണ്ടത് ഒരു കണ്ടൽക്കാടാണ് ശരിക്കും. ഇതിൻ്റെ അപ്പുറത്തുകൂടെ പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റും, പക്ഷെ നമുക്ക് വെള്ളത്തിൽ നിന്ന് അകത്ത് കയറാൻ പറ്റില്ല. ഇതിങ്ങനെ കടന്നത് ആ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ വന്നിട്ട് അതിനടിയിൽ കൂടെ ഇങ്ങനെ വരാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ ഓപ്പോസിറ്റുള്ള കുറേ ബിൽഡിങ്ങുകളുടെ ഷാഡോ വരുമെന്ന്. കുറച്ച് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല. അതായത് മെട്രോ സ്റ്റേഷൻ ഇവിടെയുള്ള ഫുൾ ലൈറ്റിങ്സ്, ഈ വണ്ടികൾ പ്രത്യേകിച്ച് വൈകുന്നേരം സമയമാക്കുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഈ ബ്ലോക്കിൽ വണ്ടികൾ കിടക്കുമ്പോൾ ഈ വ്യൂ മൊത്തം കാണാൻ നല്ല രസമാണ്. അതായത് ഞാൻ എടുത്തുകൊണ്ട് ഇപ്പോൾ ട്രെയിൻ പോകുന്നുണ്ട്, ബാക്കിൽ നിങ്ങൾക്ക് ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കാം. ഇത് മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇനി ഇത് ഫ്ലൈ ഓവർ, ബാക്കിൽ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷെ എനിക്ക് ജസ്റ്റ് ഞാൻ അതുകൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ട്രെയിൻ സൗണ്ട് സ്ഥിരം ട്രെയിൻ എപ്പോഴും പോകുന്നതാണ്. സോ ഇതെല്ലാം കൂടെ കവർ ചെയ്ത് ഒരുപാട് ഷൂട്ട്സ്, അത് ഹെലി ഷൂട്ട്സ് എടുക്കാറുണ്ട്. ഹെലിക്യാമിൽ ഒരുപാട് ഷൂട്ട്സ് ചെയ്യുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ കുറേ ട്രാക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് ഒരു റൂട്ടിലേക്ക് പോകുന്നത്, പിന്നെ സ്റ്റേഷനിലേക്ക് പോകുന്നത് വേറെ. നോക്കിക്കേ, ആ സ്കൈയുടെ കളർ തന്നെ മാറുന്നത് കണ്ടോ, ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ. എനിക്ക് ബാംഗ്ലൂരിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഇവിടെ ഒത്തിരി സ്കൈസ് ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ റെഡ് അല്ലേ, ഇത് കുറച്ച് ഈ ഹെബ്ബാളിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന ആ റൂട്ട് വരുന്നത് ഫുള്ള് വൈറ്റും ബ്ലൂ കളറാണ്, ഡാർക്ക് ബ്ലൂ സ്കൈയാണ് വരുന്നത്. ഈ ഏരിയയിൽ ഈ സ്കൈയാണ് വരുന്നത് കേട്ടോ. ഇത് വേറെ റൂട്ടിൽ കൂടെ ട്രെയിൻ പോകുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിക്കാം. ശരിക്കും പകൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പോൾ ഡാർക്ക് ആയതുകൊണ്ട് ഇവിടെ പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് 7 മണി വരെ നമുക്ക് ഈ പാർക്കിൽ പെർമിഷനുള്ളൂ. അവർ വന്നിട്ട് ഇറക്കി വിടും. ഇപ്പോൾ സമയം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ 6:05, പക്ഷേ അത്യാവശ്യം നല്ലപോലെ ഇരുട്ടിയിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ഒരു മോളുണ്ട്, ഗോപാലൻ മോൾ എന്ന് പറയും. ഇവിടെ ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ ശരിക്കും ഇത്രയും കാണാൻ ഒരുപാട്, പ്രത്യേകിച്ചൊരു ഒരു പച്ചപ്പ്, ഒരു നേച്ചർ ഭംഗിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ട്. ഒരുപാട് പാർക്കുകളുണ്ട്. പക്ഷെ അതോടൊപ്പം ഇങ്ങനെ കുറേ കാണാനുള്ള കാഴ്ചകളുള്ള ചുരുക്കം സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ റെയിൽവേ നമ്മളെല്ലാവരും ട്രാക്ക് കാണുന്നവരാണെങ്കിലും ഇതെല്ലാം ഇങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് പറയാം. ഓക്കെ, ഇത് പുതിയ പാർക്കാണ് കേട്ടോ. ആക്ച്വലി ഈ വസ്തു ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഉണ്ടെങ്കിലും ഇത് ഒരു വൃത്തിയാക്കി എടുത്തിട്ട് അധികം ആയിട്ടില്ല. ഏകദേശം 1 വർഷമായിട്ടേ ഉള്ളൂ. സോ സ്റ്റിൽ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. പക്ഷേ ഇവിടെ കുറേ ഞാൻ പറഞ്ഞില്ലേ, ഈ ചെറി ബ്ലോസം അല്ലാതെ വേറെ കുറേ, അതായത് നമ്മുടെ നാട്ടിൽ വാഗ എന്നൊക്കെ പറയുന്നത് വാഗ ദേ ഈ നിൽക്കുന്നത് വാഗയാണ് കേട്ടോ. അതിൻ്റെ പൂവുണ്ട്, പക്ഷേ വേറൊരു മരത്തിന് മറഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇനി ഞാനിതിൻ്റെ ബാക്കിലെ കാഴ്ചകളെ കാണിച്ചത്. ഇപ്പോൾ ഇതേണ്ട സ്കൈ കുറേയും കൂടെ കളറായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. കാണിച്ചു തരാവേ. ശരിക്കും നിങ്ങളൊരു നേച്ചർ ലവർ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നോക്കിക്കുക, ആ വെള്ളത്തിലെ ഷാഡോ കളർ. എനിക്കറിയില്ല, എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത് കുറച്ച് അപ്പുറത്തോട്ടുകൂടെ പോയിരുന്നെങ്കിൽ ഇതിൽ കുറേ കൂടി നല്ല വ്യൂ കിട്ടിയാനേ കേട്ടോ. ഇവിടുത്തെ സ്കൈ ഇങ്ങനെയാണ് ശരിക്കും, എന്താണെന്നറിയില്ല, പക്ഷെ ഭയങ്കര രസമാണ് ഈ സ്കൈ കാണാൻ. ഇനി ഈ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങുകളുടെ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഞാൻ അതുകൂടെ കാണിച്ചു തരാവേ. നോക്കിക്കുക എന്ത് രസമെന്ന് നോക്കി. സ്കൈ അത്യാവശ്യം നല്ലപോലെ ഇരുട്ട് വീണിട്ടുണ്ട്. ഞാനൊരു
ഞാനൊരു വീണ്ടും ഞാൻ ആ സ്കൈ കാണിക്കാം. നിങ്ങൾ നോക്കിക്കേ ഈ വെള്ളത്തിൻ്റെ കളറ്. കുറച്ചുകൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കുറേ കൂടെ കിട്ടും കേട്ടോ. ഇരുട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഈ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ കളറ് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഇനി ഞാൻ പറഞ്ഞ റെയിൽവേ ട്രാക്ക് ദേ ഈ കാണുന്ന ബിൽഡിങ്ങിന് ഫ്രണ്ടില്ല, അതായത് ഈ ചെയറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. അപ്പം ഞാൻ ഈ സ്കൈ കണ്ടതുകൊണ്ടായിരുന്നു. ദേ ഇവിടെ ഒരു പാർക്കുണ്ട്. നിങ്ങൾ നോക്കിക്കേ, എൻ്റെ സ്കൈ നോക്കിക്കേ കളറിൻ്റെ വ്യത്യാസം. ഈ കാണുന്ന റെഡ് കളർ എല്ലാം സ്കൈ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ ഇങ്ങനെ ദേ ഇത് ഞാൻ പറഞ്ഞ വാഗ, ശരിക്കും വേറെ കുറച്ച് വാഗയും കൂടെ ഉണ്ട്. എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫ്ലൈ ഓവറിൻ്റെ വേറൊരു സൈഡിൽ വന്നു ഞാൻ. ഇവിടെ കുറച്ച് കല്ല് കെട്ടിയിട്ട് ഇവിടെ നല്ലൊരു സെറ്റപ്പായിരുന്നു. ഇപ്പോൾ അത് നിറച്ച് ഈ കുളവാഴയൊക്കെ നിൽക്കുകയാണ്. സോ ഇവിടെ ഒക്കെ നിന്നിങ്ങനെ നോക്കുമ്പോൾ ഞാനീ നിൽക്കുന്നതിൻ്റെ ഈ തൊട്ട് ബാക്കിലാണ് കേട്ടോ റെയിൽവേ ട്രാക്ക്. ഇത് നമ്മുടെ വാഗമരം. ശരിക്കും ഇതൊക്കെ കല്ല് കെട്ടിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ഞാൻ നോക്കിക്കേ ആ സ്കൈ എത്ര ഡാർക്ക് റെഡാണെന്ന് നോക്കിയത്. ഞാൻ ഇപ്പം വന്ന വഴിയിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടും. ശരിക്കും ഞാൻ ഇത്ര വരണ്ടെന്ന് കരുതിയതാണ്, പക്ഷേ ഈ വ്യൂ കണ്ടിട്ട് എനിക്ക് മിസ്സാകാൻ തോന്നുന്നില്ല. എനിക്ക് എത്ര ഭംഗിയാന്ന് നോക്കാം. ഇതിനെ ഞാൻ ഇങ്ങനെ ഈ ചെമ്മാനം എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതാണ് ട്രാക്ക്. സോ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തേക്ക് പോകുന്ന ട്രാക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ നല്ല വ്യൂ കിട്ടുമെന്ന്. അത് ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ ട്രെയിൻ പോകുമ്പോഴും ദേ അത് മെട്രോ സ്റ്റേഷൻ. ഇത് അവിടെ ഒരു വലിയ മോളുണ്ട്. പിന്നെ ഈ പൂവിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ ചെറി ബ്ലോസം. ഓക്കെ ഫൈൻ. സോ ഇതൊക്കെ ഉള്ള സമയത്താണ് ഇത് കാണാൻ രസം. ഇനി കുറേ കൂടെ ഉണ്ട്, പക്ഷെ ഞാനത് കവർ ചെയ്യുന്നില്ല. തിരിച്ചു പോവാണ്, കുറേ ലേറ്റ് ആയതുകൊണ്ട്. ഞാൻ ആ വന്ന സൈഡിലേക്ക് പോകുമ്പോൾ ഒന്ന് സൈഡിലേക്ക് പോവാം. വന്ന സൈഡിൽ നിന്ന് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു റെഡ് കളർ കിട്ടുമായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ അവിടുന്ന് കൂടി കാണിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുക. ഇരുട്ടായല്ലോ. ഈ സമയത്ത് നടക്കുന്നവരുണ്ട്. ആക്ച്വലി ഞങ്ങൾ നടക്കാൻ വരുന്ന സമയത്ത് ഈ സമയത്തൊക്കെ തന്നെയായിരുന്നു വരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ തന്നെ ആയതുകൊണ്ടും എനിക്ക് വീട്ടിൽ പോയിട്ട് വരാൻ ആവശ്യമുള്ളതുകൊണ്ടും ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല കാലാവസ്ഥ നല്ല ഈ ഫോഗിൻ്റെ ഇതുള്ളതുകൊണ്ട് വേഗം നന്നായിട്ട് ഇരുട്ടുന്നുണ്ട്. ശരിക്കും ഇവിടുത്തെ രസം എന്താണെന്നറിയുമോ? ഈ പാർക്കിൽ വരുന്ന കൂടുതൽ ആൾക്കാരും മലയാളികളാണ്. ഈ ഏരിയയിൽ ഇത്രയും മലയാളികൾ താമസിക്കുന്നുണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു. പാർക്കിൽ വരുന്ന കൂടുതലും ഫാമിലീസാണ് കേട്ടോ. ഫാമിലീസ് മീൻസ് ഇവിടെ സെറ്റിലായവരാണ് കൂടുതൽ വരുന്നത്, പ്രായമുള്ളവർ. നമ്മുടെ സ്കൈ കുറേ കൂടെ ഡാർക്ക് റെഡ് ഓറഞ്ച് ആയിട്ടുണ്ട്. നിറച്ച് മരങ്ങളായതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ല, പക്ഷെ അത് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ കുറച്ചുകൂടി അപ്പുറത്ത് ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇങ്ങനെ ഇതേ നോക്കുമ്പോൾ കാണാൻ പറ്റും. എന്ത് ഭംഗിയാന്ന് നോക്കി. ശരിക്കും നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ അഡിക്റ്റായി പോകുന്ന ഒരു ഇത് മുകളിലേക്കുണ്ട് കേട്ടോ. മുകളിലേക്ക് ഇങ്ങനത്തെ കളറാണേ. ഇത് വല്ലാതൊരു അഡിക്റ്റായി പോകുന്ന ഒരു നേച്ചറാണ്. ഞാൻ അധികം ഇവിടെ നിൽക്കുന്നില്ല, ലേറ്റ് ആയതുകൊണ്ട്. ഇനി കുറേ കൂടി നടന്നാലേ എനിക്ക് ഇതിൻ്റെ എൻട്രൻസിൽ എത്താൻ പറ്റുള്ളൂ. ഇതിവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ വീഡിയോയിൽ? അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഓക്കെ, നോക്കിക്കേ
ഞാൻ ശരിക്കും ഈ സ്കൈ കാണിക്കാനും ഈ ലേക്ക് പാർക്ക് കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കാണിക്കാമെന്ന്. അപ്പോൾ സാധാരണ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയം ഇതിൽ കുറേ കൂടി ലേറ്റ് ആകാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ നേരത്തെ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ സ്കൈ ഞാൻ ദൂരേന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം സ്കിപ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഇവിടുന്ന് ഇറങ്ങാൻ തോന്നില്ല. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ പോലീസ് വന്നിട്ട് വിസിലടിക്കുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയും. ഓക്കെ, ഇതേ കാണുന്നതാണ് ഗോപാലൻ മോൾ. ഇവിടെ ബാംഗ്ലൂരിലെ ഏറ്റവും പഴയ മോളുകളിലൊന്നാണ്. സ്കൈ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറെ ഒരു വ്യൂ ആണ്. പക്ഷേ ഞാനിപ്പോൾ തന്നെ നടന്ന് ക്ഷീണിച്ചു. എനിക്കിനി അങ്ങോട്ട് പോകാൻ വയ്യ. അതിൻ്റെ ആ സൈഡ് ഞാൻ ഇനി ഒരു പ്രാവശ്യം വീഡിയോ എടുക്കും കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസ് പറയണം, അഭിപ്രായം പറയണം. ഒരു പക്ഷേ രാത്രി ആയതുകൊണ്ട് അധികം ക്ലാരിറ്റി ഉണ്ടായിരിക്കത്തില്ല. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയണം. ഇതുപോലെ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ടാവില്ല. സോ അങ്ങനെയുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കും എൻ്റെ ഒരു സന്തോഷം. സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ബാക്ക് സൈഡ്. ഇത് മെട്രോ സ്റ്റേഷൻ. ഞാനിപ്പോൾ എൻട്രൻസിലേക്ക് പോവാം. ഇത് നമ്മുടെ സ്കൈ. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം എത്രത്തോളം ഒരു ഹാപ്പിനെസ് കിട്ടും എന്നറിയില്ല. പക്ഷെ ഫിസിക്കലി ഇവിടെ വന്ന് ഒരു കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, എത്ര ടെൻഷനുള്ളവരായിക്കോട്ടെ നിങ്ങളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവും. അതെനിക്ക് ഭയങ്കരമായിട്ട് അഷുറൻസ് തരാൻ പറ്റുന്ന കാര്യമാണ്. എന്നുകൊണ്ട് ഇങ്ങനെ പൊതുവെ വെള്ളം കാണുന്ന സമയത്ത് വെള്ളം നോക്കിയിരുന്നാൽ അല്ലെങ്കിൽ തിര നോക്കിയിരിക്കുന്ന സമയത്തൊക്കെ മൈൻഡ് ഇത്തിരി ഫ്രീ ആകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ പക്ഷെ തിരയൊന്നുമില്ല. എന്നാലും ഇവിടുത്തെ ഈ കാറ്റും ഈ വണ്ടികൾ പോകുന്നതും ഒക്കെ കാണുമ്പോൾ മൈൻഡ് ഒത്തിരി റിലാക്സ് ആകാറുണ്ട്. പിന്നെ നടക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു ജസ്റ്റ് ഒരു പാർക്കെന്ന് പറയാൻ പറ്റില്ല. ഇതിന് 4 സൈഡും ഒരുപാട് സംഭവങ്ങൾ കവേർഡ് ആയതുകൊണ്ടാണ് നമുക്ക് മൈൻഡ് ഇത്ര റീഫ്രഷ് ആകുന്നത്. ഞാൻ ഈ മെട്രോ സ്റ്റേഷൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. ഇനി മെട്രോയിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇനി അകത്തെ വീഡിയോ കാണിക്കാം. ഈ ഒരു മെട്രോ സ്റ്റേഷൻ വരാൻ ശരിക്കും ഞാനൊരു എങ്ങനെ പോയാലും ഒരു 3-4 വർഷം കാത്തിരുന്ന ആളാണ്. കാര്യം ഡെയിലി ട്രാവൽ ചെയ്യുന്ന റൂട്ടായിരുന്നു. അപ്പോൾ ഈ മെട്രോ വന്നതോടുകൂടി ഇവിടുത്തെ അത്യാവശ്യം കുറേ സിറ്റീനെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിന് മുന്നേ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഭയങ്കര ക്രൗഡാണ്. ഈ റൂട്ട് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ ഏകദേശം എൻട്രൻസിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ വലിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ആക്ച്വലി ഇവിടെ നേരത്തെ ചെറിയ ബോട്ടിങ്ങിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരത് ക്ലോസ് ചെയ്തത്. അതുപോലെ മീൻ പിടിക്കാനൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഒരു ആക്ച്വൽ ഒരു ബ്യൂട്ടി നോക്കുക ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആ കാണുന്നത് ഒരു IT പാർക്കാണ് കേട്ടോ. ഇത് ശരിക്കും ഇവിടുത്തെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പടി കഴിയുന്നതിന് മുന്നേ തന്നെ ഓപ്പൺ ചെയ്ത് കൊടുത്തതാ. ഞാൻ നോക്കിക്കേ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു സ്കൈ. എൻ്റെ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ അറിയാം, ഞാനതിൽ സ്കൈയുടെ സൺസെറ്റിൻ്റെ കൊടുത്തേക്കുന്ന ഒരുമാതിരിപ്പെട്ട ഫോട്ടോസ് എല്ലാം ഞാൻ ഇവിടുന്ന് എടുത്തതാണ് കേട്ടോ. എത്ര കണ്ടാലും ഇവിടുത്തെ അതിനെ ഒരു ഭംഗി പറയാൻ പറ്റില്ല. അത് കാര്യം വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം അതിൻ്റെ ക്ലാരിറ്റി കിട്ടുമെന്ന് അറിയില്ല. ഇത് നേരിട്ട് നമ്മളെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ രസം.
സോ ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഇവിടെ ഇത് വരുന്നത് കെയാർപുരമാണ്, ബെന്നിക്കാനഹള്ളി എന്ന് പറയുന്നത്, അത് എനിക്ക് ടിൻ ഫാക്ടറി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇൻ കേസ് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 hour 2 hour എങ്കിലും ഈവനിങ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുകയാണെങ്കിൽ ഈ കാണുന്ന കാഴ്ചകളൊന്നും നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഞാൻ എൻട്രൻസ് വരെ പോയിട്ട് അവിടെ ഒരു കൂടി കാണിച്ചു തരാം. ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടുന്ന് ഇറങ്ങാനേ തോന്നില്ല. എത്ര കണ്ടാലും എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു, പക്ഷെ എത്ര കണ്ടാലും മടുക്കാത്ത ഒരു കാഴ്ചയാണ് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് മാത്രമേ ഇവിടെ നിന്നില്ല. മാത്രമല്ല നല്ല കൊതുകുണ്ട്. പോരെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. സേഫ്റ്റിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ വീട്ടിൽ പോകേണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങുകയാണ്. സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ, ഹെവി ബ്ലോക്കും ഒക്കെയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ആക്ച്വലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സേവ് ആയില്ല. സോ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു IT പാർക്കാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കുറേ സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, അവിടെ ഇവിടേക്ക് ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് 24 hours ഓപ്പൺ അല്ല. രാവിലെ ഇത് ശരിക്കും ഒരു വാക്കിംഗ് പാർക്കായിട്ട് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെയും രാത്രിയും വൈകിട്ട് മാത്രമേ ഉള്ളൂ ഓപ്പണിങ്. ഇത് നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ഇതൊക്കെ ഇവിടെ നടക്കാൻ വരുന്നവരുടെ വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. എന്തോരം ക്രൗഡാന്ന് നോക്കൂ. ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റഷായിരിക്കും. എനിക്ക് മെയിൻ റോഡ് ഉണ്ട് വേറെ, പക്ഷെ ഞാൻ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് പോകുന്നത്. ഈ ഷോർട്ട് കട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. സോ ഇവിടെ ഏകദേശം 10-15-20 ഏക്കർ വരും. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ ഇൻഡസ്ട്രിയൽ ഏരിയ നമുക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടെയായിട്ട് പണി നടക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ചെറിയ കമ്പനികളുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 1000-ന് പുറത്ത് ചെറിയ കമ്പനികളുണ്ട്. മെക്കാനിക്കൽ, കെമിക്കൽ ഉണ്ടോ. ഇവിടെയുള്ളൊരു ചെറിയ ഹോട്ടൽ എന്ന് പറയാം. ഇതെല്ലാം ഇങ്ങനെ ഓരോ കടകളാണ് കേട്ടോ. കട മീൻസ് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ്. ഇവിടെ ഗ്രില്ല് ചെയ്യുന്ന സ്റ്റീലിൻ്റെ വർക്ക്, കെമിക്കലിൻ്റെ വർക്ക്, കൂടുതലും മെക്കാനിക്കൽ ആക്സസറീസും അങ്ങനെയുള്ള ഇതാണ്. ഞാനിതിൻ്റെ ഒരു അരുവ് പിടിച്ചങ്ങ് പോവുകയാണ് കേട്ടോ. ഇവിടൊക്കെ പണി നടക്കുന്ന സ്ഥലം. ശരിക്കും ഇതൊരു ഷോർട്ട് കട്ടാണ്, അതുകൊണ്ടാണ് ഇത് പോകുന്നത്. അല്ലാതെ മെയിൻ റോഡും നല്ല വഴി വേറെ ഉണ്ട്. എളുപ്പത്തിന് ചാടാൻ വേണ്ടിയിട്ട് പോകുന്നതാണേ. അതെ, നമുക്ക് ഗോഡൗണും ഇവിടുത്തെ മിക്ക ഫാക്ടറികളുടെയും ടൈം 6 മണി വരെ. അപ്പോൾ 6 മണിയാകുമ്പോൾ മിക്ക കടകളും കടയല്ല ഓഫീസുകളും ക്ലോസ് ചെയ്യും. പിന്നെ വെട്ടം കുറച്ച് കുറവാണ്. സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ സ്ഥലത്തും ഇല്ല. ഈ ഏരിയ മുഴുവൻ ഇതുപോലെയുള്ള മാനുഫാക്ചറിങ് കമ്പനിയല്ല. പക്ഷെ ഞാനിപ്പോൾ എല്ലായിടൊന്നും പോകുന്നില്ല. മീൻസ് എനിക്ക് പോകേണ്ട വഴി കൂടെ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ വഴികളാണേ. ബാംഗ്ലൂർ ഇതുപോലെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയകളുണ്ട്. ജിഗ്നി ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്തായിട്ട് വരുന്ന ജിഗ്നി ഉണ്ട്. അതുപോലെ പീനിയ ഇൻഡസ്ട്രി ഉണ്ട്. പീനിയ ജാലഹള്ളിക്ക് അടുത്തായിട്ട് വരുന്നത്. ഇതേ നോക്കിക്കാൻ നമ്മുടെ സ്കൈ. സോ ഇതിൻ്റെ പുറകിലും മുന്നിലും സൈഡുകളിലും എല്ലാം ഇത് തന്നെയാണ്. ഇവിടെ നോക്കിയാൽ ആ സൈഡിലാണ് ഞാൻ പോയ പാർക്ക്. പിന്നെ ഇപ്പോൾ സോ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പാസ് ചെയ്ത് പോകുന്ന വഴിയുടെ ആയത്. കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ ഞാൻ മെയിൻ റോഡിലെത്തും. ഞാൻ ആ വ്യൂ കൂടെ കാണിച്ചു തരാം.
ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോണ്ടല്ലോ പെയിൻറ്റ് സിമെൻറ്റ് ഇതിലേക്ക് പല സ്മെല്ല് വരുന്നുണ്ട്. ഈ ഷോപ്പ് വരുന്നത് ഇത് വുഡിൻ്റെയാണ്, ഇങ്ങനെ മരം കൊണ്ടുണ്ടാക്കുന്നത്. ഇവിടെ ഫ്രിഡ്ജിൻ്റെ ഐറ്റംസ് ഉണ്ട്, ഗേറ്റ് ചെയ്യുന്ന കടകളുണ്ട്. ഇതെല്ലാം കടകളാണ്, ഇതെല്ലാം ക്ലോസ് ചെയ്തു. ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് ഐസ് ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ ആ വീഡിയോ മിസ്സായിപ്പോയി. സോ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇതുവഴി പോകുന്ന സമയത്ത് അവർ ഐസ് പൊടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട്. ഓക്കെ, നമ്മുടെ ഐസ് കട അടച്ചേക്കാണ്, പക്ഷേ അതിനകത്ത് ആളുണ്ട്, ക്ലോസ് ചെയ്തു. സോ ഞാൻ ഏകദേശം ഈ ഇൻഡസ്ട്രിയൽ ഏരിയ കഴിഞ്ഞു. ഇനി മെയിൻ റോഡിലേക്ക് വരുവാണേ. വീണ്ടും ഷോർട്ട് കട്ടിലേക്ക് വന്നു. നമ്മുടെ സ്കൈ വീണ്ടും കാണാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ച ഫ്ലൈ ഓവറായിരുന്നു. നമ്മുടെ സ്കൈ, ഇത് റെയിൽവേ ട്രാക്ക്. ഇവിടെ നിന്നുള്ള സൺസെറ്റാണ് കാണാൻ നല്ല ഭംഗിയെന്ന് പറയുന്നത്. ഇത് സ്റ്റേഷനല്ല, ഇതിനോട് നിന്ന് കാണാൻ പറ്റില്ല. ലൈറ്റ് റെഡ് ലൈറ്റാണ് കത്തിക്കിടക്കുന്നത്. ട്രെയിനൊന്നും ഇപ്പോൾ വരില്ല എന്ന് തോന്നുന്നു. സോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വിശേഷമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ.